നമസ്കാരം, ഞാൻ ആതിര. നമ്മൾ ഇന്ന് IFFKയുടെ 4ാമത്തെ ദിവസം നമ്മൾ നിൽക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ്. നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഫിലിം ഫീൽഡിൽ ഒരുപാട് വർഷമായി ആർട്ട് ആൻഡ് കാർപ്പൻട്രി സെക്ഷനിൽ വർക്ക് ചെയ്തിരുന്ന മോഹൻ നെയ്യാറ്റിങ്കര എന്ന വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ബാക്കി വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ സർ, സാറിൻ്റെ എത്രാമത്തെ IFFK ആണിത്? ഞാനിപ്പോൾ ഒരു 5-6 വർഷത്തിന് ശേഷം ഇത് ഫസ്റ്റാണ്. അതിന് മുന്നേ അങ്ങോട്ടുള്ളത് എണ്ണം കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു 10-12 പങ്കെടുത്തിട്ടുണ്ട് ആദ്യകാലത്ത്. പറയും അല്ല, സാറിൻ്റെ ഫിലിം ഫീൽഡിൽ നിന്ന് സാറിന് ഈ ഒരു IFFK വരെയുള്ള ജേർണി ഒന്ന് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ ഒരു മൊമെൻ്റ് നിർമ്മിക്കുന്നത് വരെയുള്ള ഒരു ജേർണി ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിരവധി സിനിമകൾക്ക് വേണ്ടി ഡമ്മി മൊമെൻ്റ് ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ അതിൽ നിന്നും പല സിനിമാ ഫീൽഡിലുള്ള അവാർഡ് കൊടുക്കുന്ന അവരുടെ ഫംഗ്ഷന് വേണ്ടി അവർ എന്നോട് ആവശ്യപ്പെടുകയും ഇതേപോലെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഡമ്മി ചെയ്തപ്പോഴേക്കും അതിൻ്റെ ഒറിജിനാലിറ്റി ക്രിസ്റ്റല്, ബ്രാസ്, പിന്നെ വുഡ്, അങ്ങനെ 3 ഐറ്റത്തിലുള്ളതും ഞാൻ ഓരോന്നും ചെയ്ത് അത് നിരവധി പേർക്ക് നിരവധി സമിതികൾക്ക് ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ അതൊന്ന് കണ്ടിന്യൂ ആയി എനിക്കൊരു ഷോറൂമും എല്ലാം ഉണ്ടായിരുന്നു. നിരവധി മൊമെൻറ്റോസ് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഈ കൊറോണ വന്നതോടുകൂടി അതെല്ലാം അങ്ങ് ബ്രേക്കായി. വീണ്ടും ഞാനിപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ട് ഫെസ്റ്റിവലിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാനൊരു പഴമയെ പുതുമയാക്കാൻ വേണ്ടി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള, അതായത് നമ്മളിൽ നിന്നും സിനി ഫീൽഡിൽ നിന്നും മൺമറിഞ്ഞു പോയ ഈ ക്യാമറകളെ മാത്രം ഒരു 3 മാത്രം മനസ്സിൽ കണ്ടിട്ട് അതിന് ഒരു മിനിയേച്ചർ രൂപത്തിൽ ഈ പ്രാവശ്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് ഇപ്പോഴും ജനങ്ങൾക്കും എൻ്റെ പഴയകാല സുഹൃത്തുക്കൾക്കും പുതിയ ഈ ടെക്നിക്ക് പഠിക്കുന്ന ഫിലിം ഫീൽഡിലുള്ളവർക്കും വേണ്ടി ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് അവരുമായിട്ടൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഫെസ്റ്റിവലിൽ ഉദ്ദേശിക്കുന്നത്.